السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹനിധികളായ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനകർഹനും അത്യുത്തമമായ നാമഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ബലവത്തായി ഉപദേശിക്കുന്നു. ജീവിച്ച് നരകാഗ്നിയിലും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി നാം ഒന്നാമത് ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടി അർത്ഥത്തോടുകൂടി തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിച്ചറിയുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കുക എന്നുള്ള കാര്യം ഫറളാണ്. മരണം വരെ അക്കാര്യം നാം ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന കാര്യം ഉണർത്തിക്കൊണ്ടാകുന്നു വിഷയത്തിലേക്ക് ഞാൻ വരുന്നത്. അല്ലാഹു തആല പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് അവതരിച്ചു തന്നിട്ടുള്ള വഹി മുഖേന അവതരിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനും അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നബിചര്യകളും മാത്രമാകുന്നു ഇസ്ലാമിലെ പ്രമാണം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഇജ്മാഅോ ഖിയാസോ മറ്റുള്ള കിതാബുകളെ ഉദ്ധരണികളോ ഖുർആനോ ഹദീസോ ഇല്ലാത്ത തഫ്സീറുകളോ ഇസ്ലാമിൽ പ്രമാണമല്ല എന്ന് സാധാരണക്കാരായ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? സാധാരണക്കാരായ നാം മുജാഹിദുകളാകട്ടെ സമസ്തക്കാരാകട്ടെ വലിയ ഇൽമ് ഉള്ളവരൊന്നും അല്ല. നമുക്കൊക്കെ, എനിക്കും നിങ്ങൾക്കും ധാരാളമായ ഇൽമ് പഠിച്ചറിയേണ്ടതുണ്ട്. എങ്കിലും അത്യാവശ്യമായ ഇൽമ് നാം പഠിച്ചെങ്കിലേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ ഖുർആനും തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും നാം ബുദ്ധി കൊടുത്തുകൊണ്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്.
വളരെ പ്രധാനമായ ഒരു വിഷയമാണത്. കാരണം മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നാം. ഏത് കക്ഷികളാവട്ടെ അവരൊക്കെ തന്നെ. മൊത്തത്തിൽ ഞാൻ മുസ്ലിമാണ് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരലോകത്ത് വിചാരണ ഉണ്ടാകും, ഖബർ വിചാരണ ഉണ്ടാകും എന്ന് കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. അക്കാരണത്താൽ തന്നെ മരണത്തിന് മുമ്പ് ഒരുക്കം നാം ഒരുങ്ങേണ്ടതുണ്ട്. അവിടെ വിചാരണയിൽ വിജയം കിട്ടണമെങ്കിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഒരുങ്ങേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അക്കാര്യം അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഇവിടെ കാത്തു സൂക്ഷിക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നാമാണ് ഈ ദിക്റിനെ ഉത്ബോധനത്തെ പരിശുദ്ധ ഖുർആനും അന്തർശ്വറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും എന്തൊക്കെയാണ് വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാം ഉത്ബോധനങ്ങളാവുന്നു. ജനങ്ങൾക്ക് ഇഹലോകത്ത് ജീവിക്കേണ്ട സന്ദേശങ്ങളാവുന്നു. അത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ കാത്തു സൂക്ഷിക്കുമെന്ന് അല്ലാഹു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെയാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അത് നാം സ്വീകരിക്കണം. ഒമാ അതാക്കും റസൂൽ ഫഖുദൂ ഒമാ നഹാക്കും അൻഹു ഫൻതഹൂ. ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ മാത്തകം റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, ജീവിതത്തിൽ പ്രാപ്തമാക്കുക. ഒമാ നഹാക്കും അൻഹു ഫൻതഹൂ. എന്തൊക്കെയാണോ അദ്ദേഹം വിരോധിച്ചിട്ടുള്ളത് ആദ്യം നിന്ന് വിട്ടു നിൽക്കുക. ഹലാല് ഇന്നതാണ്, ഹറാം ഇന്നതാണ് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ദീനെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇനി അതിലെന്തും ചേർക്കേണ്ടതില്ല. മാ തറകു ശൈഇൻ യുഖർരിബുകും ഇലല്ലാഹി തആല ഇല്ലാ വഖദ് അമറതുകും ബിഹി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യം ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു. എൻ്റെ സമൂഹം 73 പിരിയും. മുഴുവനും നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവരാണ്. കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാ ബൈനൽ അബ്ദി വ കുഫ്രി തർക്കു സ്വലാ. അടിയാൻ, യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിയാൻ്റെ ലക്ഷ്യമായി പറഞ്ഞത്, മുസ്ലിമിൻ്റെ ലക്ഷ്യമായി പറഞ്ഞത് നമസ്കരിക്കുന്നവരും എന്നവരായിട്ടാണ്. നമസ്കരിക്കാത്തവർ അമുസ്ലിം. ബാഹ്യമായിട്ട് ഒരാളെ സംബന്ധിച്ച് ഒരു മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള ഒരു അളവുകോലാണ് അത്. മുസ്ലിം 5 വക്ത് നമസ്കാരങ്ങൾ അതാത് സമയങ്ങളിൽ നിർവഹിക്കും. ഇതിലില്ല എങ്കിൽ അതാണ് ഒരാളെ നമ്മൾ മനസ്സിലാക്കേണ്ട മുസ്ലിമാണ് അല്ലേ എന്ന ആ അളവുകളാണ്. ഹൃദയം കൊണ്ട് നോക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണത്താൽ നമസ്കരിക്കുന്നവരുടെ കൂടെ നമുക്ക് നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിക്കുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് മയ്യിത്ത് നമസ്കരിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി,
പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു. എൻ്റെ സമൂഹം 73 പിരിയും. മുഴുവൻ നരകത്തിലാണ്. ഇല്ലാ മില്ലത്തും വാഹിദ, ഒരു മില്ലത്തൊഴികെ, ഒരു വിഭാഗം ഒഴികെ. ആ വിഭാഗത്തെ സംബന്ധിച്ച് നിസ്വയം പറയുകയുണ്ടായി, മാ അന അലൈഹി വഅസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം, ഏകോപനം, നബിയും സഹാബത്തും ഏകോപിച്ച ആ മാർഗം, ആ ചര്യകൾ, അത് ആണ് വിജയികൾ ലക്ഷണമായി അല്ലാഹു തആല നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത് പരിശുദ്ധ ഖുർആനിലൂടെ ആ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, എൻ്റെ മാർഗം ചൊവ്വയ മാർഗം, ഫത്തബിഊഹു, അത് പിൻപറ്റണം. വലാ തത്തബിഉ സുബല, വിവിധ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖു, അപ്പോൾ നിങ്ങളെന്താവും? ഭിന്നിച്ചു പോകും. യഥാർത്ഥ മാർഗത്തിൽ നിന്ന്, അല്ലാഹുവിൻ്റെ മാർഗത്തിൻ്റെ, അവൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ ഭിന്നിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരിലൂടെ നമുക്ക് പഠിപ്പിച്ച മാർഗം, അതാണ് നമ്മൾ ഫാത്തിഹയിലൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അപ്പോൾ അതിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ, മാർഗം നൽകണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചുള്ള പാത, അതെ, നബിയും സഹാബത്തും യോജിച്ച മാർഗം. ഓയിൽ മഗ്ദൂബിഹിം, കോപ്പിക്കൊണ്ടൊരു പാതയല്ല, ശിർക്കും ബിദ്അത്തും ചെയ്തുകൊണ്ട് ഉള്ളത് വെട്ടിച്ചുരുക്കി ഇല്ലാത്ത കൂട്ടിച്ചേർത്ത് കോപ്പിക്കൊണ്ടൊരു പാത അല്ല. വലല്ലാലീൻ, വഴിച്ചുള്ള പാതയുമല്ല. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. പിന്നെ ഏത് പാതയാണ്? നബി സാഹിബ് ചോദിച്ച മാർഗം, ആ മാർഗം, അതിലാണ്, ആ മാർഗത്തിലാണ് നമ്മൾ വഴി ചേരേണ്ടത്. ആ മാർഗത്തിൽ വഴി ചേർത്തുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത്. അപ്പോഴാണ് നമ്മൾ ആമീൻ, ഉത്തരം നൽകണമേ എന്ന് പറയുന്നത്. അല്ലാഹു തആല അതിന് ഉത്തരം മറുപടി പറയുന്നുണ്ട്. അതിൻ്റെ അടയാൻ ചോദിക്കുന്നവൻ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് അതിന് മറുപടി അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹു ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ മറുപടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞത് സാധാരണക്കാരായ നമ്മൾ ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പ്രാധാന്യം ഉണർത്തുവാൻ വേണ്ടിയാണ് ആമുഖമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇനി നമ്മൾ ചർച്ചാ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് മാറട്ടെ. ഒരായത്തും ഒരു ഹദീസുമാണ് നമ്മൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. ധാരാളം ആയത്തുകളും ധാരാളം ഹദീസുകളും നമുക്ക് പഠിച്ചറിയുമ്പോൾ ഇക്കാര്യം നമുക്ക് ബോധ്യമാകും. മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടത്, പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റുക, അവരെ അന്ധമായി അനുകരിക്കുക, പ്രമാണമില്ലാതെ അനുകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അവർ ഫത്വകൾ, പ്രമാണമില്ലാത്ത ഫത്വകളിൽ പിന്നാലെ പോവുക, അതൊക്കെ യഥാർത്ഥ മാർഗത്തിൽ തെച്ചു കളയുന്ന ഒരു വഴിപ്പിലേക്ക് പോകുന്ന, വഴി തെറ്റിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു അപകടകരമായ വിഷയമാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസുകളും പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സാഹിബ് യോജിച്ച മാർഗം അത് ജീവിതത്തിൽ പ്രാപ്തമാക്കി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളതാണ്
അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഷഹാദത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് എല്ലാ ആരാധനകളും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് നേർച്ചകളും പ്രാർത്ഥനകളും പാപമോചനങ്ങൾക്ക് ആരാധനകളാകുന്നു ഒക്കെ അള്ളാഹുവിന് സമർപ്പിക്കുക. വൈബിയാനക്ക് സഹായപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന് സമർപ്പിക്കുക, അത് ആരാധനയാവുന്നു. ആരാധനയ്ക്ക് അള്ളാഹു പോകുന്നു. അക്കാര്യം പഠിപ്പിച്ചു തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ ഷഹാദത്ത്. വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണോ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ പഠിപ്പിച്ചെന്നു പ്രകാരം ചിട്ടപ്പെടുത്തി ഞാൻ ജീവിക്കുന്നതാണ് എന്നുള്ള പ്രതിജ്ഞ ചെയ്യാണ്. പാപ്പന്മാരെയോ പണ്ഡിതന്മാരെയോ പിൻപറ്റി ജീവിച്ചവർക്ക് ഉണ്ടായ അപകടങ്ങളാണ് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. അതുകൊണ്ട് ഇൽമിനെ അല്ലാതെ പിൻപറ്റരുത്. ഇൽമ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളുമാകുന്നു, നബിചര്യകളുമാകുന്നു. ഇതല്ലാത്ത മറ്റൊരു ഇൽമില്ല. ഇപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. അതിന് വേണ്ട ഇൽമ് നാം പഠിച്ചേ മതിയാകൂ. മാത്രമല്ല മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കും വേണം. കിട്ടുന്ന ഇൽമ് പഠിക്കുക, അതോടുകൂടി മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാം പഠിച്ചതിന് ശേഷം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് നമ്മൾ കരുതിയാൽ നമുക്ക് സമയം കിട്ടൂല. ഇസ്ലാമിൻ്റെ ആരംഭകാലം മുതൽ പരിശോധിച്ചു നോക്കിയാൽ അക്കാര്യം നമുക്ക് വ്യക്തമാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മുതലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയത്. കേട്ടൊരൊക്കെ തന്നെ എന്തോടെ പഠിച്ചു, ആ പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ സ്വീകരിച്ചവരോടൊക്കെ തന്നെ പ്രധാനമായ പ്രവർത്തനം. വിമർശകരെ വിമർശിച്ചുകൊണ്ടേയിരുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് നബി സാഹിബ് വെച്ച മാർഗം അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചറിയണം എന്നതിനാണ്. ഇല്ല എങ്കിൽ നമ്മളെ പിശാച് വഞ്ചിക്കപ്പെടും. അത് പിശാച് വഞ്ചിക്കപ്പെടുന്നത് മനുഷ്യരായ നമ്മിൽപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും മരിച്ചുപോയവരുമായ പലരുടെ അയക്കാം. അവരൊക്കെ മഹാന്മാരല്ലേ, അവരൊക്കെ ഇതൊക്കെ ചെയ്തല്ലോ. പാപ്പപ്പോൻ ചെയ്തു പോയല്ലോ. മഹാന്മാരെ ഇമാമിയങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ അവരൊക്കെ ചെയ്തു പോയല്ലോ. എന്തുകൊണ്ട് നീ അവരെക്കാൾ കൂടുതൽ വിജ്ഞാനമുള്ളവനാണോ എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാരുടെ മുമ്പിൽ ഇട്ടു തരുന്നത്. ആ ചോദ്യത്തിന് മുമ്പിൽ ഖുർആന ഹദീസ് പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സാഹിബ് ജീവിച്ച മാർഗം ഇത് പാർഥ്യമാക്കുക എന്ന ലക്ഷ്യം ഇല്ലാത്തവരൊക്കെ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം മുട്ടും. അങ്ങനെ അവരെ കൂട്ടത്തിൽ ആയിപ്പോവും. മഹാന്മാരാണല്ലോ, പണ്ഡിതന്മാരാണല്ലോ, ആ വേഷവിധാനങ്ങളും അവരുടെ ഒരുക്കങ്ങളും അവരുടെ പ്രസൻറ്റേഷനും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകാതിരിക്കുവാൻ ആവശ്യമായ
ഒരു മുതൽ മുടക്ക്, ഒരു പരിച നമ്മളിൽ ഉണ്ടാവണം. അതാണ് ഖുർആൻ ഹദീസും. ചതിയിൽ പെടാതിരിക്കുവാൻ, ശത്രുവിൻ്റെ വിട്ടേൽക്കാതിരിക്കുവാൻ നമുക്ക് തടവായും കൊണ്ട് അള്ളാഹു തന്ന ഒരു പരിചയമാണ് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻ-നിസാ 51-ാമത്തെ വചനം നിങ്ങളെ ഞാൻ ഓതിക്കൽപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദ്ദൂഹു ഇലല്ലാഹി വറസൂൽ فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. എന്നുള്ളതാണ് സുപ്രധാനമായ ഉത്ബോധനം. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കണം. നമ്മുടെ കൈകാര്യകർത്താക്കന്മാരെ, നേതാക്കന്മാരെ, അവരൊക്കെ ഖുർആൻ അനുസരിച്ച് നമ്മൾ കൽപ്പിക്കപ്പെടുമ്പോൾ, ഹറാമല്ലാത്ത കാര്യങ്ങൾ കൽപ്പിക്കപ്പെടുമ്പോൾ കൈകാര്യകർത്താക്കന്മാർ, നേതാക്കന്മാരെ, ആരൊക്കെയാണോ മാതാപിതാക്കളെ, നമ്മൾ മേലെയുള്ളവരൊക്കെ തന്നെ സംഘടന നേതാക്കന്മാരെ അനുസരിക്കേണ്ടതുണ്ട്. പക്ഷേ ഹറാമായൊരു കാര്യം അവർ കൽപ്പിക്കപ്പെട്ടാൽ അനുസരിക്കേണ്ടതില്ല. അക്കാര്യം ഖുർആൻ മറ്റൊരിടത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. അതൊരു സുപ്രധാനമായ ഒരു ചർച്ചയാണ്. കൈകാര്യകർത്താക്കളിൽ എന്തെങ്കിലും സംഘടനയിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ കൂട്ടുകെട്ടിലോ ഒക്കെ ഒരു നേതൃത്വമായി എന്തെങ്കിലും ഒരു ഭിന്നിപ്പുണ്ടായാൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കും മടക്കുക. കാരണം കൈകാര്യകർത്താക്കൾ പ്രവാചകന്മാരുടെ ഉള്ളവരല്ല, അവർക്കും തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് കൈകാര്യകർത്താക്കൾ തെറ്റായൊരു കാര്യമാണ് നിങ്ങൾ പറയുന്ന തോന്നിക്കഴിഞ്ഞാൽ അതനുസരിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അനുസരിച്ച് ആയിരിക്കണം. വിരോധിക്കപ്പെട്ടൊരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ എടുക്കേണ്ട നിലപാട്. ഇന്ന് കരുതി സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ സംഘടനയിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടതുമില്ല, സംഘടനയിൽ തന്നെ നിൽക്കണം. സംഘടനയിൽ പിരിഞ്ഞു പോയാൽ ജാഹിലിയ മരണമായിരിക്കും മുൻപുണ്ടാവുക എന്ന് മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്.
എന്നുകൂടി അല്ലാഹു തആല ആയത്ത് അവസാനിക്കും മുമ്പ് തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യ ദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് കൂടി നമുക്ക് വിഷയത്തിൻ്റെ കാതലിലേക്ക്, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറക്തു ഫീക്കും അംറൈൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് നൽകുന്ന ഒരു വസിയത്താണ് വഫാത്തിന് മുമ്പ്. ലം തദില്ലു മാ തമസക്കുംതും ബിഹിമ, അവ രണ്ടും നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, മുറുകെ പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വീകരിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിവെച്ചു പോയില്ല. കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, വസുന്നത റസൂലി, അവൻ്റെ റസൂലിൻ്റെ ചര്യകളും. രണ്ട് കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആനും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും, അത് സ്വീകരിക്കണം, അത് പഠിച്ചറിയണം എന്നുള്ളതാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇൽമ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്, നബിചര്യകളുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതില്ലാതെ ഉള്ള ഇജ്മാഉകളോ ഖിയാസുകളോ ഫത്വകളോ തഫ്സീറുകളോ നേതൃത്വ ഉപദേശങ്ങളോ സ്വീകരിച്ചുകൂടാ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ധാരാളം ഖുർആൻ തഫ്സീറുകൾ ഉണ്ട്, ധാരാളം ഫത്വകളുണ്ട്, ധാരാളം മഹാന്മാരുടെ കിതാബുകളുണ്ട്. കപ്പൽ വഹിക്കാവുന്ന അത്ര ഗ്രന്ഥങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കും. അറബിയിൽ എഴുതി മഹാന്മാരായ പണ്ഡിതന്മാരെഴുതി എന്ന് കരുതിയതുകൊണ്ട് അവകളൊന്നും നമുക്ക് സ്വീകരിച്ചുകൂടാ. ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാലും അതും നമ്മുടെ ആയുഷ്കാലത്ത് നമുക്ക് സാധ്യമാകാത്ത കാര്യമാകുന്നു. അതുകൊണ്ട് നമുക്ക് സാധ്യമാവുന്ന കാര്യം 6000 ചില്ലാനം ഹദീസുകളും 6000 ചില്ലാനം ആയത്തുകളും അർത്ഥത്തോട് വായിച്ചു പഠിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് സാധിക്കും. അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഒഴിവാക്കുകയില്ല. കാരണം അത് പഠിക്കാൻ ആവശ്യമായ കണ്ണുകൾ, നാവുകൾ, ചുണ്ടുകൾ, ചെവി, ബുദ്ധിശക്തി, എല്ലാ കഴിവുകളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളെക്കാൾ ഏറെ കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത ആളുകളെ, കണ്ണിന് കാഴ്ചയില്ലാത്ത, ചെവി കേൾക്കാത്ത ആളുകളെ നമുക്കെതിരെ അല്ലാഹു തആല ഹാജരാക്കും. അവരൊക്കെ പഠിച്ചല്ലോ, എന്തുകൊണ്ട് നീ പഠിച്ചില്ല? അവരൊക്കെ പഠിച്ചു, സന്മാർഗത്തെ പ്രാപിച്ചു, എന്തുകൊണ്ട് നീ പഠിച്ചില്ല? അപ്പം എനിക്കറിയില്ല, ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഖബറിൻ്റെ ജീവിതത്തിലോ ഖബറിൽ ചോദ്യം ചെയ്യുകയിലോ പരലോകത്തോ എനിക്കറിയില്ല, ലാദ്രി, ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷാമാർഗമല്ല എന്ന് മനസ്സിലാക്കുക. അവിടെ വെച്ചിട്ട് ദുനിയാവിലേക്ക് തന്നെ എന്നെ മടക്കിക്കൊണ്ട് റബ്ബേ ഇപ്പം തെറ്റാണ് ഞാൻ ചെയ്തു പോയത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖബർ ജീവിതത്തിൽ നിന്നോ
പരലോക ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് മടക്കപ്പെടുകയുമില്ല. അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഖുർആനിലും ഹദീസിലൂടെ അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇവിടെ വെച്ച് നമ്മൾ പഠിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ മാർഗത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. തെറ്റുകുറ്റങ്ങൾ എന്ത് തന്നെ വന്നു പോയാലും ശരി, എല്ലാ തെറ്റുകുറ്റങ്ങളും ഖേദിച്ച് മടങ്ങി ശിർക്കും അതേപോലെ തന്നെ ഏറ്റവും വലിയ തെറ്റുകുറ്റം അതാണല്ലോ. ആരാധനക്കാരൻ അള്ളാഹു ആയിരിക്കെ ആരാധനകളാവുന്ന നേർച്ചകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, പാപമോചന നേട്ടങ്ങൾ ഒക്കെ തന്നെ അള്ളാഹു വഴിയുള്ളവർക്ക് സമർപ്പിക്കുക. അത് ബിംബങ്ങളായാലും ശരി, മറ്റു മഹാന്മാരായാലും ശരി, മലക്കുകളായാലും ശരി, ആരായാലും ശരി, എല്ലാം അള്ളാഹു സൃഷ്ടികളാവുന്നു. അള്ളാഹുവിന് പുറമേ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാവുന്നു. മഹാന്മാർക്ക് ആരാധനകൾ അർപ്പിക്കുന്നത് ആ കൂട്ടങ്ങളെയൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയാവുന്നു. അവരെ ഷ്വാന എന്നുള്ള കൂട്ടങ്ങളെ അള്ളാഹുവിൻ്റെ ശുപാർശക്കാരാവുന്നു. അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാവുന്നു എന്നൊക്കെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ മറുപടി പറഞ്ഞിരുന്നു. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി ഇസ്ലാമിനും അവരുടെ ബിംബങ്ങൾക്ക് മുമ്പിൽ നേർച്ചകൾ സമർപ്പിക്കുമ്പോഴും അറുക്കുമ്പോഴും അവരോട് സങ്കടം പറയുമ്പോഴും ഉള്ള അവരുടെ മനസ്സ് ഖുർആനിലൂടെ അല്ലാഹു ഉദ്ധരിച്ച് പറയുകയാണ്. കല്ലിനെ അല്ല യഥാർത്ഥത്തിൽ, ആ കല്ലിലെ ബിംബങ്ങൾ ആരെയാണോ പ്രതിനിധീകരിക്കുന്നത്, 360ഓളം ബിംബങ്ങൾ കബാലയത്തിലുണ്ടായിരുന്നു. അവർക്കായിരുന്നു, ആ മഹാന്മാർക്കായിരുന്നു അവർ സമർപ്പിച്ചിരുന്നത്, ആരാധനകൾ സമർപ്പിച്ചിരുന്നത്. ബിംബങ്ങളില്ല, ജാരങ്ങളുണ്ടാക്കിയാലും ജാരങ്ങളില്ല, ഖബറിൻ്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞാലും നബിയോട് പാപവും തേടിയാലും എല്ലാം ആരാധനകൾ തന്നെ. ആരാധന അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്. പാപമോചനം തേട്ടങ്ങളും പ്രാർത്ഥനകളും അള്ളാഹുവിനാണ് അർപ്പിക്കേണ്ടത്, നേർച്ചകളൊക്കെ തന്നെ. അത് അള്ളാഹു വഴിയെ ആർക്ക്, പ്രവാചകനായാലും ശരി, ആർക്ക് ചെയ്താലും ശരി, ഷിർക്ക് വരും. ഷിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. തന്നെയുമല്ല, നബി സാഹിബിനെ ചോദിച്ച മാർഗത്തിൽ അതില്ല. അക്കാരണത്താൽ അത് ബിദ്അത്തുകളും കൂടിയാണ്. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി സ്വർഗത്തെ കടക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാതൃകാ ജീവിതം, അതാണ് സുന്നത്ത്, നബിചര്യ. അതിലില്ലാത്ത കാര്യങ്ങൾ നല്ലത് നിലയ്ക്ക് നമ്മൾ ചെയ്യുക. നമസ്കാര ശേഷം കൈയ്യൊത്ത് പ്രാർത്ഥിക്കുക, ഇമാമ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയും ആമിയും പറയാം. അത് അള്ളാഹുവിനോട് തന്നെയാണെങ്കിൽ പോലും അത് ബിദ്അത്താണ്. ജന്മദിനം കൊണ്ടാടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൊണ്ടാടിയത് മാതൃക പഠിപ്പിച്ചൊന്നുമില്ല, സാഹിബിയൊന്നും ചെയ്തിട്ടില്ല. അത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ധാരാളം ദിക്ർ ദുആകൾ ചൊല്ലി അന്നദാനം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കി ഇല്ലാത്തൊരു കാര്യം ദീൻ കൊണ്ടുവരുമ്പോൾ അതാണ് ബിദ്അത്ത്, അത് ളലാലത്താണ്. വശറുൽ ഉമൂർ, അത് ഷർറായ കാര്യങ്ങളാണ്. മുഹ്ദാസുഹാ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത്. സ്വർഗത്തെ കടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാതെ വിട്ട് കളഞ്ഞിട്ടില്ല. നബി സ്വല്ലം പഠിപ്പിക്കാത്തൊരു മാതൃകയില്ലാത്തൊരു കാര്യം ജീവിതത്തിൽ കൊണ്ടുവരിക, അതാണ് ബിദ്അത്ത്. ആ ബിദ്അത്തുകളിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വശറുൽ ഉമൂർ, അതുകാരണം ഷർറായ കാര്യം മുഹ്ദാസുഹാ, പുതുതായ കാര്യങ്ങളാവുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയിരുന്നത്. അക്കാര്യം നമ്മൾ ഓർക്കുക. ബിദ്അത്ത് ഉപേക്ഷിക്കാത്ത കാലത്തോളം ഫർളും സുന്നത്തുമായ ഒരു കർമ്മങ്ങളും സ്വീകരിക്കുകയില്ല എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആ ബിദ്അത്തുകളെ ഉപേക്ഷിക്കുന്നവരെ പരലോകത്തോ ആ വിശ്വാസത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ശിർക്കോടുകൂടി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ചെയ്യുമ്പോഴാണ് ബിദ്അത്തിലൂടെ ശിർക്കിൽ എത്തിപ്പെടുന്നത്. ആ ശിർക്കോടുകൂടി മരണപ്പെട്ടു പോയാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അക്കാര്യം ഓർത്തുകൊണ്ട് തെറ്റാണ്, ഇനിമേൽ ചെയ്യുകയില്ല, ഖേദിച്ച് മടങ്ങുക, തൗബ ചെയ്യുക
എന്നിട്ട് അള്ളാഹുവിനോട് പാപവും തേടുക, പൂർത്തി ചെയ്യണമേ. അള്ളാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവരാണ്. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഷഹാദത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുക. വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭാഗം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനാണ്. ആ ചര്യ, അവിടുത്തെ ചര്യ ജീവിച്ചിട്ട് പൊടുത്തുവാൻ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. അക്കാര്യമാണ് നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം അറിയാത്തതുകൊണ്ടാണ് പല ആളുകളും അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലുകയും ഷഹാദത്ത് ചൊല്ലുകയും അതിനെതിരെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബാക്കിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രവാചകൻ ചെയ്തപ്പോൾ അത് ചൊല്ലുവാൻ അവർ കൂട്ടാക്കിയില്ല. കാരണം അതിൻ്റെ അർത്ഥം അവർക്ക് അറിയാമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ പിന്നീട് നേർച്ചകൾ ഇബ്രാഹിം നബി ഇസ്ലാമിന് സമർപ്പിക്കുവാൻ പാടുള്ളതല്ല, പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി ഇസ്ലാമിനോട് പാടില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂട്ടാക്കിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാര ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന ആ വചനങ്ങളുടെ അർത്ഥം അതിൻ്റെ ആഴത്തിൽ ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അവർ ചൊല്ലുന്നു, ശിർക്കും ബിദ്അത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പാരത്രിക ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് പാപവും തേടി ഷഹാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നബി സാഹിബിനെ ചോദിച്ച മാർഗം പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ മാർഗമാക്കി മറ്റൊരു പഠിപ്പിച്ചു കൊടുത്ത് മാതൃകളായി ജീവിക്കണം. അള്ളാഹു തൗഫീഖ്. നമ്മൾ വിഷയത്തിൻ്റെ കാതൽ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളെ സംബന്ധിച്ച ആക്ഷേപം മുജാഹിദുകൾക്ക് ഇജ്മാ ഇല്ല, ഖിയാസില്ല എന്നുള്ള ഒരാക്ഷേപമാണ്. എന്താണ് ഇജ്മാ, എന്ത് ഖിയാസ്? അതൊന്ന് മനസ്സിലാക്കാമല്ലോ ശേഷമാണല്ലോ എന്താണ് ശരിയാണോ ഇല്ല പരിശോധന. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ നമുക്ക് ഖുർആനും അതേപോലെ തന്നെ ഹദീസുകളും കിതാബുകളും തഫ്സീറുകളും ഉദ്ധരണികളും ഒന്നും തന്നെ വേണ്ട പോലെ വായിച്ചറിഞ്ഞ് അതിന് സത്യം കണ്ടെത്തുവാൻ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്ര വിഷയം സംബന്ധിച്ച് ഒരു ചെറിയ ഒരറിവ് നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നാം ചെയ്യുന്നത്. ഖുർആനും സുന്നത്തുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും ഇജ്മാ ആകട്ടെ, ഖിയാസ് ആകട്ടെ, ഈ ഖുർആനും സുന്നത്തും മാറ്റി നിർത്തിക്കൊണ്ട് തെളിവിന് സമർപ്പിക്കുവാൻ അള്ളാഹു റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്തൊക്കെ ഫത്വകളുണ്ടോ ആ ഫത്വകളൊക്കെ തന്നെ ഇജ്മാകളും ഖിയാസുകളൊക്കെ തന്നെ അടിസ്ഥാന പ്രമാണം ഖുർആനോ ഹദീസോ ആയിരിക്കണം.
ഫത്ഹുൽ ബാരി 4-ാമത്തെ വാള്യം 366-ാമത്തെ പേജ് പരിശോധിച്ചാൽ അക്കാര്യം പണ്ഡിതന്മാർക്ക് മനസ്സിലാകും. സാധാരണക്കാർക്ക് വേണ്ടിയാവുന്നു ഞാൻ അത് എടുത്തുദ്ധരിക്കുന്നത്. സമസ്തവാദം ഹദീസ് സ്വഹീഹായിൽ പോരാ, മദ്ഹബിൻ്റെ ഇമാമും അംഗീകരിക്കണം എന്നാണ്. പക്ഷേ മദ്ഹബിൻ്റെ ഇമാമ് എന്ന് പറയുന്നു ഇതാ സഹൽ ഹദീസ് ഫഹു മദ്ഹബി എന്നാണ്. ഇമാമിന് പോലും മദ്ഹബ് ഇമാമിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഈ കർമ്മശാസ്ത്രങ്ങൾ സ്വീകരിക്കണം എന്ന്. അവരുടെ എല്ലാവരുടെയും പ്രസ്താവനകളിലൂടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താവുന്ന ഒരു സത്യമാണ് ഇതാ സഹൽ ഹദീസ് ഫഹു മദ്ഹബി. ഹദീസ് സഹിഹ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ മദ്ഹബ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മദ്ഹബിൻ്റെ പിന്നാലെ കൂടരുത്. മദ്ഹബിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഹദീസ് സഹിഹ ഹദീസ് പിന്നാലെ കൂടണം എന്നാണ് അവരൊക്കെ പറഞ്ഞെന്നുള്ളത്. ഏത് വിഷയത്തിലായാലും ശരി, ഇജ്മാഇൻ്റെ വിഷയത്തിലായാലും ശരി, ഖിയാസിൻ്റെ വിഷയത്തിലായാലും ശരി, ഒക്കെ മതനിയമങ്ങളാണല്ലോ. ഫത്വയുടെ വിഷയത്തിലായാലും ശരി, കിതാബ് ഉദ്ധരണികൾ, അതേപോലെ തന്നെ ഖുർആൻ ഹദീസും ഇല്ലാത്ത പ്രമാണങ്ങളൊന്നും പ്രമാണങ്ങളല്ല എന്നാണ് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. നബിചര്യക്ക് ഖിയാസിനേക്കാളും മുൻഗണന നൽകണം എന്നുള്ളതാണ് ഫത്ഹുൽ ബാരി 4-ാമത്തെ വാള്യം 366-ാമത്തെ പേജിൽ ഇക്കാര്യം സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമസ്തക്കാരെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുവാൻ, സഹായം ചോദിക്കുവാനും അവർക്ക് നേർച്ചകൾ അർപ്പിക്കുവാനും, അതേപോലെ തന്നെ സമസ്തയിൽ നിലനിൽക്കുന്ന 31 അനാചാരങ്ങൾ മതപ്രമാണമായി അംഗീകരിക്കുന്നത് കൊണ്ട് ഒരു ഇജ്മായിലൂടെയാണ്. അതേതാണ് ഇജ്മാ? ഖുർആനോ ഹദീസോ നിരത്തിക്കൊണ്ട് ഇജ്മാ അല്ലത്. ആ ഒരു പ്രമേയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിലെ മുസ്ലിമുകൾ അനേകം വർഷമായി ചെയ്തു വരുന്നതും ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റുപോയ മഹാന്മാരുടെ ഉള്ള സാഹിബ്യത്തിന്, അവർക്ക് നേർച്ചകൾ പോലുള്ള കാര്യങ്ങൾ, 31 അനാചാരങ്ങൾ, അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത അനാചാരങ്ങൾ, ജന്മദിനം കൊണ്ടാടൽ പോലുള്ള കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരെ പ്രമേയം എഴുതി പാസ്സാക്കിയിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതും ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ മതാനുഷ്ഠാനങ്ങളാകുന്നു. ശിർക്കാണെന്നോ ബിദ്അത്താണോ എന്നാണെന്നോ പറയുന്നവർ സുന്നികളല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളല്ല. അവന് ഇമാമത്തിനും പറ്റില്ല, ഖസീസ്ഥാനും പറ്റില്ല എന്ന് യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ടല്ല, യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പ്രമേയമാണ് അവരുടെ സമസ്തക്കാരുടെ 6-ാം സമ്മേളനത്തിലും 50-ാം സമ്മേളനത്തിലും 70-ാം സമ്മേളനത്തിലും അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. അത് ഇജ്മാഅാണ്. അവരുടെ ഇജ്മാഅാണ്. ഖുർആനോ ഹദീസോ ആ ഇജ്മാഇന് പിൻബലമില്ല. ഖുർആനോ ഖിയാസോ അല്ല പിൻബലം. അത് കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വന്നു എന്നുള്ളതാണ് പിൻബലം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ തെളിയിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ പറയുന്ന അടവാണ് ഇജ്മാഅ് എന്നുള്ള കാര്യം. ഇവരറ്റം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇജ്തിഹാദ് പണ്ഡിതന്മാർ ഏതെങ്കിലും വിഷയത്തിൽ ഏകോപിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇജ്മാ എന്ന് പറയുന്നത്. ജമുൽ ജവാമിയ 2-ാമത്തെ
വാള്യം 184 പേജിൽ അക്കാര്യം എടുത്തുദ്ധരിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഇജ്മാ എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദി പണ്ഡിതന്മാർ, ഖുർആനും ഹദീസും കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള പണ്ഡിതന്മാർ, ധാരാളം ഇജ്തിഹാദി പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുന്നു, ഏകോപിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇജ്മാ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഞാൻ പറയുകയാണെങ്കിൽ, ഇജ്മാഇനൊരു ഒരു ഉദാഹരണം പറയുകയാണ്. പരിശുദ്ധ ഖുർആനോ ഹദീസോ ഇജ്മാഇന് പിൻബലം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് തെളിവുദ്ധരിക്കുന്നത്. അതായത് അസംസ്കാരം നമ്മൾ 4 റക്അത്ത് നമസ്കരിക്കുന്നു, മഗ്‌രിബ് നമസ്കാരം 3 റക്അത്ത് നമസ്കരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. കാരണം ഇജ്മാഇന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണ്, എതിരഭിപ്രായമില്ല. സഹാബിമാർക്ക് എതിരഭിപ്രായമില്ല. കുല്ലു ഇബാദത്തും ലാ തഅബ്ബുദുഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബുദുഹാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർക്ക് അനുഷ്ഠിക്കാത്ത ഇബാദത്തുകൾ അത് അനുഷ്ഠിക്കരുത്. അപ്പോൾ സഹാബിമാർ അനുഷ്ഠിച്ചത് അനുഷ്ഠിക്കണം. അത് എന്തുണ്ട്, ഇജ്മാഅാണ്. അത് ഇജ്മാഅാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, നബി സാഹിബ് ചോദിച്ച മാർഗമാണ്. മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിന്, ആ മാർഗം അതാണ് നബിചര്യയിലുള്ള ഇജ്മാ. അതാണ് യഥാർത്ഥത്തിൽ ഇജ്മാ. അത് ഇല്ലാതെ, നബിചര്യ ഇല്ലാതെയുള്ള ഇജ്മാ അതെന്തല്ല, അസ്വീകാര്യമാണ്. അതേപോലെ തന്നെ ഖിയാസിന് ഒരു ഉദാഹരണം നമുക്ക് പറയാം. കള്ള് ലഹരി ഉള്ള ആയതിനാൽ, കള്ളിൽ ലഹരി ഉള്ളതിനാൽ ഖുർആൻ നിഷിദ്ധമാക്കി, കള്ള് നിഷിദ്ധമാക്കി. എന്തുകൊണ്ട്? കള്ളിൽ ലഹരി ഉണ്ട്, അതുകൊണ്ട് ഖുർആൻ നിഷിദ്ധമാക്കി. അതിനാൽ ലഹരിയുള്ള മറ്റു വസ്തുക്കളും നിഷിദ്ധമാണ് എന്ന് ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ ഫത്വ നൽകി. അത് ഖിയാസാണ്. ഇപ്പോൾ കള്ളല്ലാത്ത ധാരാളം ലഹരി പദാർത്ഥങ്ങൾ ആധുനികമായി ഉണ്ടാക്കി വരുന്ന, പട്ടണത്തിൽ കിട്ടുന്ന അതൊക്കെ ഓരോന്നിനും ഒരു ഖിയാസ്, ഒരു നിയമം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കള്ള് ലഹരി ഉള്ളതിനാൽ നിഷിദ്ധമാക്കി ഖുർആൻ. നസ്സാണ്, ഖുർആൻ നസ്സ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ വ്യക്തമായ പ്രസ്താവനക്കാണ് നസ്സ് പറയാം. ഖുർആൻ നസ്സാണ്. കള്ള് ലഹരി ഉള്ളതിനാൽ നിഷിദ്ധമാക്കി എന്നുള്ളത് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാകുന്നു. അക്കാരണത്താൽ ആ നിയമം ഖിയാസാക്കിക്കൊണ്ട് എന്തൊക്കെ വസ്തുക്കൾ ലഹരി ഉണ്ടാകുന്നുവോ അവയൊക്കെ എന്ത് ഖിയാസാക്കി, ഖിയാസ് നിയമത്താൽ അടിസ്ഥാനത്തിൽ അതെന്ത് ചെയ്യും, നിഷിദ്ധമാക്കി. ഖുർആനും ഹദീസും അറിയുന്ന പണ്ഡിതന്മാർ ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് അവിടെയൊക്കെ തെളിവ് തിരിക്കുന്ന എവിടുന്ന് എടുക്കുന്നത്, ഖുർആനും ഹദീസും കൊണ്ടുമാണ് തെളിവായി സ്വീകരിക്കുന്നത്. കാരണം എന്താണ്, ഒരു പിൻബലമില്ലാത്ത, പ്രമാണമില്ലാത്ത അഭിപ്രായം പറയൽ മതിൽ കുറ്റകരമാണ് എന്ന് ജമുൽ ജവാമിയ 2-ാം വാല്യം 204 പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
അപ്പോൾ നാം ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഇജ്മാ ആകട്ടെ ഖിയാസ് ആകട്ടെ യഥാർത്ഥത്തിൽ ഖുർആന്റെയും സുന്നത്തിൻ്റെയും പിൻബലത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഒരു നിയമമായി നാം സ്വീകരിക്കേണ്ടത്. ഖുർആനോ ഹദീസോ ഇല്ലാത്ത ഇജ്മാഅോ ഖിയാസോ തെളിവിന് പറ്റുകയില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇത്രയും പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം. വളരെ വിശദമായി പഠിച്ചറിയേണ്ട ഒരു കാര്യമാവുന്നത്. അപ്പോൾ വളരെ വ്യക്തമായും വിശദമായും പഠിച്ചറിയേണ്ട ഇക്കാര്യം വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇക്കാര്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ധാരാളമായി ചർച്ചകൾ ഈ വിഷയത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞുപോയ ഗ്രന്ഥങ്ങൾ ഫത്ഹുൽ ബാരി, അതേപോലെ തന്നെ ജംഉൽ ജവാമിഅ പോലുള്ള ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർക്ക് പരിശോധിച്ചറിയാം. സാധാരണക്കാർക്ക് അത്തരം ഗ്രന്ഥങ്ങൾ, അത്തരം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചറിയാനുള്ള അവസരം നമ്മൾ മുമ്പിലുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തി തെറ്റിദ്ധാരണയിൽ അകപ്പെടാതെ യഥാർത്ഥ ജീവിതമാർഗം, നബി സാഹിബത്തെ ഉപയോഗിച്ച മാർഗം ജീവിതപാഠമാക്കി ജീവിക്കുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ധാരാളമായ വിശദീകരണം ഇനിയും ആവശ്യമാണ്. സമയക്കുറവ് കൊണ്ട് ചുരുക്കുകയാണ്. പഠിക്കാൻ മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ്. കരുതി കൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അബദ്ധവശാൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൂർത്തിയാകട്ടെ. നന്മ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ സാധാരണക്കാരനാണ്. സാധാരണക്കാർക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അതെല്ലാം പ്രബലമായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഉൾക്കൊള്ളുവാനും മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ്. അറിഞ്ഞോ അറിയാതെ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാഫാക്കിത്തുമാറാകട്ടെ. അള്ളാഹു ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ധാരാളമായി ഉണ്ട്. ഞങ്ങൾ രോഗികളായവരുണ്ട്, ആശുപത്രികളുണ്ട്, വീടുകളുണ്ട്, വസിയത്ത് ചെയ്തവരുണ്ട്, അവരെയൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞങ്ങൾ യാത്ര പോയവരുണ്ട്, തിരിച്ചു വരേണ്ടവരുണ്ട്. ഞങ്ങളുള്ളവരുടെ പലരുടെയും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടൊക്കെ തന്നെ അല്ലാഹുവേ ഏറ്റവും കൂടുതലായി അറിയുന്നവനാണ്. അല്ലാഹുവേ, കരുണാവാരിധിയായ അല്ലാഹുവേ, ഞങ്ങൾക്കുണ്ടാവുന്ന അത്തരം പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ദുരിതങ്ങളൊക്കെ തന്നെ തുറവി നൽകിയണമേ അല്ലാഹുവേ. അത്തരങ്ങളുള്ള കഠിനമായ പ്രയാസങ്ങൾ ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ ഈമാൻ തെറ്റാതെ മുഅ്മിനായി തന്നെ ജീവിക്കുവാനും മുഅ്മിനായി തന്നെ മരിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അവരുടെ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അകറ്റി തന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുപോടുന്ന ആ മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് പഠിച്ച് അതിൻ്റെ ഉസ്റായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചുകൊണ്ട് നബി സാഹിബത്തെ മാർഗം ജീവിതത്തിൽ പ്രാർത്ഥമാക്കി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ പാർട്ടിക്കാരായി ജീവിച്ചു മരിക്കുവാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ.
ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.